ആശുപത്രികളിലെ ചികിത്സാ പിഴവ് പതിവ് വാർത്തയായിരിക്കുന്നു. 2021 ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനായി ശസ്ത്രക്രിയ നടത്തിയ ഉഷ ജോസഫിന്റെ വയറ്റിൽ കുടുങ്ങിയ കത്രികയാണ് ഇപ്പോൾ സിസ്റ്റത്തിന്റെ തകരാറായി വാർത്തകൾ നിറയുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന അനാസ്ഥ റിപ്പോർട്ട് ചെയ്തിട്ട് അധിക നാളായിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിൽ നഷ്ടപരിഹാരം തേടി 3 വർഷമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹർഷിന. ഇങ്ങനെ ഒരുപാട് പിഴവുകൾ നമുക്ക് മുന്നിലുണ്ട്. കേരളത്തിൽ ചികിത്സാ പിഴവിന്റെ പേരിൽ ആരോഗ്യവകുപ്പ് പലപ്പോഴും വിമർശന വിധേയമാകാറുണ്ടെങ്കിലും സംഭവം അന്വേഷിക്കാൻ പ്രത്യേക മെഡിക്കൽ ബോർഡിനെയോ വിദഗ്ധ സമിതികളെയോ നിയോഗിക്കുന്നതിനും അപ്പുറം മറ്റൊന്നും ഇവിടെ സംഭവിക്കാറില്ല. സർക്കാർ ആശുപത്രികളെ ലക്ഷ്യമിട്ട് സ്വകാര്യ ആശുപത്രി മാഫിയകളുടെ സ്വാധീനത്തിൽ കുടുങ്ങി മാധ്യമങ്ങൾ ചികിത്സാ പിഴവുകൾ പർവ്വതീകരിക്കുകയാണ് എന്ന മറു ആരോപണം എക്കാലത്തും ഉയർന്നു കേൾക്കാറുമുണ്ട്. ഇതിനിടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ചികിത്സാ പിഴവ് സംബന്ധിച്ച് ഹൈക്കോടതി ഇറക്കിയ മാർഗരേഖ ഇനിയും വെളിച്ചം കണ്ടിട്ടില്ല. 2019 ഇടതു സർക്കാർ സംസ്ഥാനത്തെ ആരോഗ്യ നയം സംബന്ധിച്ച് തയ്യാറാക്കിയ കരട് രേഖയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യങ്ങളും ഉയരുകയാണ്. ഈ വിഷയമാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നതും. സിസ്റ്റത്തെ പഴിച്ചാൽ മാത്രം മതിയോ ചികിത്സാ പിഴവിന്? അത്യധികം ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും മനസാന്നിധ്യത്തോടെയും നിർവഹിക്കേണ്ട സങ്കീർണമായ പ്രക്രിയയാണ് രോഗചികിത്സ. ശസ്ത്രക്രിയ, രക്തം നൽകൽ തുടങ്ങി ചികിത്സാ രീതികൾ വിശേഷിച്ചും ഡോക്ടറുടെ ഒരു ചെറിയ അശ്രദ്ധ മതി രോഗിയെ കൊടിയ ദുരിതത്തിലാഴ്ത്താനും മരണത്തിൽ വരെ കൊണ്ടെത്തിക്കാനും. ചികിത്സാ പിഴവ് മൂലം ശരീരത്തിന്റെ ചലനശേഷിയും അവയവത്തിന്റെ ഉപയോഗവും നഷ്ടപ്പെട്ട് ജീവച്ഛവമായവരുമേറെയാണ്. ഒരു രോഗിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുമ്പോൾ താൻ ഉദ്ദേശിച്ച രോഗി തന്നെയാണോ ഇതെന്ന് ഡോക്ടർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. താൻ നിർദ്ദേശിക്കുന്ന മരുന്ന് തീർത്തും അനുയോജ്യമാണോ എന്ന് ഡോക്ടർമാരും നിർദ്ദേശിക്കപ്പെട്ടത് തന്നെയാണ് നൽകുന്നതെന്ന് നഴ്സുമാരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഡോക്ടർമാരിലും നഴ്സുമാരിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചാണ് രോഗികളും ബന്ധുക്കളും ആശുപത്രികളെ സമീപിക്കുന്നത്. ഈ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ടുള്ള സമീപനവും ശ്രദ്ധാപൂർവമായ പരിചരണവുമാണ് ആശുപത്രി അധികൃതരിൽ നിന്നുണ്ടാകേണ്ടത്. ചികിത്സയിലെ ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന നഷ്ടം പിന്നീട് ഒരിക്കലും പരിഹരിക്കാൻ കഴിഞ്ഞതും വരില്ല. ഉഷയുടെ വയറ്റിൽ കുടുങ്ങിയത് കത്രികയല്ലെന്നും മെസ്കിറ്റോ എന്ന അതായത് ചെറിയ ഫോർബ്സ് വളരെ ചെറിയ സാധനമാണെന്നുമാണ് ഉഷ ജോസഫിനെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ലളിതാംബിക പറഞ്ഞത്. വീഴ്ച ഒരാളുടെ മാത്രം തലയിൽ കെട്ടിവെക്കരുതെന്നും സിസ്റ്റത്തിന്റെ വീഴ്ചയാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്നും ഡോക്ടർ പറഞ്ഞു വയ്ക്കുമ്പോൾ തമാശയായി മാത്രം എടുക്കരുത്. ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപകരണങ്ങളുടെ എണ്ണം രേഖപ്പെടുത്താൻ ബോർഡ് വച്ച് എഴുതുന്ന രീതി നിലവിലില്ല. ഇതിനായി പ്രത്യേകം സ്റ്റാഫുകളില്ല എന്നതാണ് പോരായ്മ. സ്റ്റാഫ് എഴുതിക്കഴിഞ്ഞാൽ ഡോക്ടർക്ക് അത് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ സാധിക്കും. അത്തരമൊരു സംവിധാനം സർക്കാർ ആശുപത്രികളിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കുമെന്നും തന്റെ 38 വർഷത്തെ സർവീസിനിടയിൽ സർക്കാർ ആശുപത്രികളിൽ ഈ രീതി കണ്ടിട്ടില്ല എന്നും ആ ഡോക്ടർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കുന്ന ബോധ്യം കൂടി വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. കാര്യമൊക്കെ ശരിയാണ്, കൃത്യമായ പ്രോട്ടോകോളിനനുസരിച്ച് കാര്യങ്ങൾ നടക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം തേടി കൂടുതൽ പോകേണ്ട കാര്യവുമില്ല. ആധുനിക ചികിത്സാ രംഗം എന്നത് അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പുതിയ ഗുണപ്രദമായ മരുന്നുകളും പുതിയ ഉപകരണങ്ങളും വിപണിയിൽ എത്തുന്നുണ്ട്. ആതുരാലയങ്ങൾക്ക് ഇവയ്ക്കനുസരിച്ച് മെച്ചപ്പെടേണ്ടിയുമിരിക്കുന്നു. അത് അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അക്കാര്യത്തിൽ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്രയോ മുന്നിലാണ്. ആവശ്യത്തിന് ജീവനക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഇല്ല എന്നതാണ് കണക്കുകൾ പറയുന്നത്. ഡോക്ടർമാരുടെ എണ്ണത്തിലും വളരെ കുറവുണ്ട്. എന്നാൽ രോഗികളുടെ എണ്ണത്തിൽ വൻ തിരക്കും. ഡോക്ടർമാരുടെ ആത്മാർത്ഥതയ്ക്കും കാര്യക്ഷമതയ്ക്കും നേരെ ചോദ്യം ഉയരുമ്പോൾ ഇവ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ജനസംഖ്യയും രോഗാതുരതയും കണക്കിലെടുത്ത് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരു ആരോഗ്യ നയം അത്യാവശ്യമാണ്. ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2013 ആരോഗ്യ നയം കൊണ്ടുവന്നത്. തുടർന്ന് 2019 ഡോക്ടർ ബി ഇഖ്ബാലിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കരട് ആരോഗ്യ നയം സർക്കാർ അംഗീകരിച്ചിരുന്നെങ്കിലും പിന്നീട് തുടർ നടപടി ഉണ്ടായില്ല. സർക്കാർ അംഗീകരിച്ച രേഖയ്ക്ക് എന്തു സംഭവിച്ചു എന്ന ചോദ്യത്തിൽ ആർക്കും ഒരു പ്രതികരണവുമില്ല. നമ്മുടെ സംസ്ഥാനത്ത് ചികിത്സാ പിഴവ് ആരോപിച്ചുള്ള കേസുകളിൽ തീരുമാനമെടുക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുന്നതിന് ഹൈക്കോടതി കരട് മാർഗരേഖ പുറപ്പെടുവിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. 12 നിർദ്ദേശങ്ങൾ അടങ്ങിയ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ വിദഗ്ധ പാനലും ഉന്നതാധികാര സമിതിയും രൂപീകരിക്കണമെന്നാണ് ജസ്റ്റിസ് വി.ജി. അരുൺ ഉത്തരവിട്ടത്. ഇതിൽ തുടർ നടപടികൾ എന്തൊക്കെ സ്വീകരിച്ചു എന്ന് വിശദീകരിക്കേണ്ടത് ആരോഗ്യമന്ത്രിയാണ്.
ചികിത്സാ പിഴവുണ്ടായി എന്ന് പരാതി ലഭിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ ലഭ്യമായ എല്ലാ രേഖകളും ശേഖരിക്കണം. ഡോക്ടറുടെ കുറിപ്പ്, നഴ്സിന്റെ ഡയറി, ഡ്യൂട്ടി ചാർജ്, ഷിഫ്റ്റ് റിപ്പോർട്ട്, ഹാജർ നില, ചികിത്സാ വിവരങ്ങൾ, രോഗിയുടെ സമ്മതപത്രം, ലാബ് റിപ്പോർട്ട്, ഡിസ്ചാർജ് വിവരങ്ങൾ ഇവയെല്ലാം ശേഖരിച്ചിരിക്കണം. ചികിത്സാ പിഴവ് പരാതി ഉയർന്നാൽ അത് കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തരായ ഓരോ മേഖലയിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ പട്ടിക ജില്ലാ അടിസ്ഥാനത്തിൽ ഉണ്ടാകണമെന്നും മാർഗരേഖ നിർദ്ദേശിച്ചു. ഡോക്ടറുടെ ഭാഗത്ത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് കണ്ടെത്തുന്നത് എങ്കിൽ റിപ്പോർട്ടിന്റെ പകർപ്പ് പരാതിക്കാർക്കും നൽകണം. തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ മാർഗരേഖ ഇപ്പോഴും സിസ്റ്റത്തിനുള്ളിൽ പൊടിപിടിച്ച് കിടക്കുകയാണ്. കേരളത്തിൽ ചികിത്സാ പിഴവിന്റെ പേരിൽ ആരോഗ്യവകുപ്പ് പലപ്പോഴും വിമർശന വിധേയമാകാറുണ്ടെങ്കിലും ഈ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക മെഡിക്കൽ ബോർഡിനെയോ അതല്ലെങ്കിൽ വിദഗ്ധ സമിതികളെയോ നിയോഗിക്കുന്നതിനും അപ്പുറം മറ്റൊന്നും സംഭവിക്കുന്നില്ലെന്നേ. മാധ്യമ ശ്രദ്ധ തുടരുന്ന ചികിത്സാ പിഴവുകളാണെങ്കിൽ DMOയുടെ നേതൃത്വത്തിലെ സംഘം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകും. ഒരു ബാലൻസിംഗ് റിപ്പോർട്ടിൽ ചെറിയ നടപടിയിൽ അത് ഒതുങ്ങും. ചികിത്സാ പിഴവിലെ ഇര പോലീസിൽ നൽകിയ പരാതിയിലും നടപടിക്ക് ആരോഗ്യ വിദഗ്ധന്റെ അഭിപ്രായം തേടുക പതിവുണ്ട്. ഇരയ്ക്ക് ചികിത്സാ പിഴവിൽ പരിഹാരത്തിനായി ഉപഭോക്തൃ കോടതിയെ സമീപിക്കുക എന്നതാണ് മറ്റൊരു വഴി. ഇത് പലപ്പോഴും ഫലം കാണാറുമുണ്ട്. ഇനി പരാതി ഗുരുതരമെങ്കിൽ പരാതിപ്പെട്ടാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ഇല്ലാതാക്കാനാകും. പക്ഷേ അതിഗൗരവമുള്ള മനഃപൂർവ്വമുള്ള നരഹത്യകൾക്ക് മാത്രമേ അത്തരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കാറുള്ളൂ. മാത്രവുമല്ല, പരാതിക്കാർക്ക് നല്ലൊരു തുക ഫീസായി കെട്ടിവെക്കേണ്ടി വരികയും ചെയ്യും. വിഷയം ഇതൊന്നുമല്ല. ചികിത്സാ പിഴവെന്നത് രാഷ്ട്രീയ വിഷയമായി പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തേണ്ടത് ഭരണഘടന അനുച്ഛേദം 21 പ്രകാരം സർക്കാരാണ്. സർക്കാരിന്റെ പ്രഥമ പരിഗണന വേണ്ടത് പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയിൽ തന്നെയാണ്. അതിലാണ് സിസ്റ്റത്തിന്റെ കത്തി വീഴുന്നത്. ആരോഗ്യ സുരക്ഷയ്ക്ക് ഹാനികരമാകുന്ന ഏതൊരു വിഷയവും രാഷ്ട്രീയ വിഷയമാകും. രാഷ്ട്രീയ കക്ഷികൾ സജീവ ചർച്ചയാക്കുകയും ചെയ്യും. ചികിത്സാ പിഴവ് നിർണ്ണയിക്കുന്നത് ആരാണ് എന്ന മറ്റൊരു ചോദ്യവും ഉയരും. ഡോക്ടർമാരോ മറ്റ് പ്രൊഫഷണലുകളോ നിയന്ത്രിക്കേണ്ട വകുപ്പല്ലെന്ന തിരിച്ചറിവ് ആദ്യം ഉണ്ടാകേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിനാണ്. അവരുടെ രാഷ്ട്രീയ ബാധ്യതയായി എന്നാണ് പൊതുജന ആരോഗ്യം എന്ന വിഷയം ഉയർന്നു വരിക എന്ന ആശങ്ക കൂടി പങ്കുവച്ച് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം. നമസ്കാരം.